പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ 2 ബുധനാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ കൃപാസാൽത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമതി പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ വഴികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ഉദ്യമങ്ങളെ, ഇന്നത്തെ ഉദ്യമങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോട് സംസാരിക്കുന്ന ഓർക്കുമ്പോൾ മനസ്സിന് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ തരണം ചെയ്യും എന്നോർത്ത് ടെൻഷൻ ഉണ്ടാകുന്നെങ്കിൽ കർത്താവെ, അങ്ങനെയുള്ളവരെ നീ ഈ സമയത്ത് കർത്താവിൻ്റെ ഉന്നതമായ സ്ത്രീവായാൽ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ കന്യാസ്ത്രീയെ ഇപ്പോൾ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കെല്ലാം വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയെക്കുറിച്ച് ആകുലപ്പെടുന്നവരുണ്ട്, ജീവിത പങ്കാളിയുടെ ജോലിയെക്കുറിച്ച് ആകുലപ്പെടുന്നവരുണ്ട്, യാത്രയെക്കുറിച്ച് ആകുലപ്പെടുന്നവരുണ്ട്. അവരുടെ വിഷയത്തിന് മേലെല്ലാം ദൈവിക തീരുമാനം ഉണ്ടാകുകയും കർത്താവ് തോബിയാസിൻ്റെ യാത്രയിൽ തോബിത്ത് കൂട്ടിവിട്ടതുപോലെ കർത്താവ് നിൻ്റെ യാത്രയിൽ കർത്താവിൻ്റെ ദൂതൻ നിന്നെ സംവഹിക്കുകയും നിൻ്റെ യാത്രയെ ശുഭമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രഭാതത്തിൽ ഞാൻ ഇക്കാലങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ള മുഴുവൻ സുവിശേഷ വേലയുടെ ആസ്തിയിൽ ഞാൻ നിന്നെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു, നിൻ്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു, നിൻ്റെ ഉദ്യമങ്ങളെ ആശീർവദിക്കുന്നു, നിൻ്റെ ഇടപെടലുകളെ ആശീർവദിക്കുന്നു. കർത്താവെ, നിൻ്റെ കരുണ തോന്നണമേ. കർത്താവെ, ഇന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് തടസ്സമായി നിൽക്കുന്ന വ്യക്തികളുണ്ടാകാം, നിൻ്റെ സംസാരങ്ങൾക്ക് എതിരെ നിൽക്കുന്നവരുണ്ടാകാം, നിൻ്റെ തീരുമാനങ്ങളെ മുടക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ കച്ചകെട്ടി ഇറങ്ങി ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നവരുണ്ടാകാം. ഇങ്ങനെ നീ ഇന്ന് എവിടെയായാലും, വീട്ടിലായാലും കുടുംബത്തിലായാലും തറവാട്ടിലായാലും പുറത്തായാലും നിൻ്റെ ജോലി സ്ഥലത്തായാലും പണിപ്പാട്ടിലായാലും എവിടെയൊക്കെയാണോ കർത്താവിൻ്റെ ചൈതന്യം നിനക്ക് മനുഷ്യരുടെ ചൈതന്യത്തെക്കാളുപരി കർത്താവിൻ്റെ ചൈതന്യം വേണ്ടി വരുന്നത്, അവിടെയെല്ലാം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ, അവരുടെ സ്വഭാവത്തെയും അവരുടെ പഠനത്തെയും ഒക്കെ ഓർത്ത് വിഷമിക്കുന്നവർ, അവരുടെ ജന്മനുള്ള വൈകല്യങ്ങൾ ഓർത്ത് മാതാപിതാക്കൾ വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ, ആ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കന്മാരെ ആശീർവദിക്കുന്നു. കർത്താവെ, അതിനെയെല്ലാം ഏറ്റെടുക്കാനും അതിജീവിക്കാനും അവർക്ക് ആവശ്യമായ കൃപ നൽകണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഞാൻ ആസ്വദിക്കുന്നു. നിൻ്റെ യാത്ര നിനക്ക് ശ്രദ്ധ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥകളുണ്ടാകാം. ചിലപ്പോൾ നിൻ്റെ ടെമ്പർമെൻറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥകളുണ്ടാകാം. അവിടെയെല്ലാം കൂൾ ഡൗൺ ആകാനും കർത്താവ് നിന്നെ സന്ധിക്കാനും വേണ്ടി നിനക്ക് നിയന്ത്രണത്തിൻ്റെ ആത്മസംയമനത്തിൻ്റെ ആത്മാവിൻ്റെ അരൂപിയാൽ നീ അഭിഷേകം ചെയ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. രേഖകൾ വാങ്ങാൻ വേണ്ടി പോകുന്നവർ, രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നവർ, അങ്ങനെയുള്ള മേഖലകളെല്ലാം കർത്താവിൻ്റെ പ്രത്യേക ചൈതന്യം ആവശ്യിക്കട്ടെ. നിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലവിലുള്ള തടസ്സങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ലോർഡ് ആൻഡ് പീസ് ഫോർ ആൻഡ് ഗ്രേസ്. ഇപ്പോഴേ ചില വിഷയങ്ങൾ, ചില സംഭവങ്ങൾ, നിൻ്റെ ജീവിതത്തിൽ വരുന്ന ഇടപെടലുകൾ, അപ്പം നീ പറയും അത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങത്തില്ല കേട്ടാ, എന്താ പറയുക, നമ്മുടെ കൈപ്പിടി നിൽക്കുന്ന നല്ല കാര്യം അല്ലെന്ന് തോന്നണം കേട്ടോ. ഞാനെന്ത് ചെയ്യാനാ, ഞാനവിടെ ഞാനവിടെ ഒറ്റപ്പെട്ടു. ഞാൻ സംസാരിക്കുമ്പോൾ 1000 പേര് എനിക്കെതിരെ സംസാരിക്കും, എൻ്റെ ആശയത്തിനെ തട്ടിത്തകർക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിചിത്രമായ സാഹചര്യങ്ങളുണ്ടാകും. പക്ഷേ അതിൻ്റെ ചില കാര്യം നമുക്ക് ആവശ്യമുള്ളതായിരിക്കത്തില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി മത്സരം പിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴും നീ ശ്രദ്ധിക്കണം, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയേ നീ ബലം പിടിക്കാനോ മത്സരം പിടിക്കാനോ ഒന്നും പോകണ്ട. അത് ആരുടെ കിട്ടോ ചെയ്യട്ടെ എന്ന് വിചാരിക്കണം. മിണ്ടാതിരിക്കണം. വെറുതെ സംസാരിച്ച് എനർജി കളയണേ എന്തിനാ? കാര്യം നീ വല്ലതും സംസാരിച്ചതിന് ശേഷം അതിൻ്റെ എതിർകട ചെയ്യാൻ വേണ്ടി നിൻ്റെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ എതിർകട ഒരു ക്യാൻവാസിങ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാകും. അവിടെയൊക്കെ നിൻ്റെ മനസ്സിരിപ്പ് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇതിന് പറയാൻ കാര്യം ഇതൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ചില വിഷയങ്ങളുണ്ടല്ലോ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. ഒരു ജീവിതത്തിലെ ഒരു ദിവസം 10 വിഷയം ഉണ്ടെങ്കിൽ 10-ൽ ചിലപ്പോൾ ഒരു 5 വിഷയവും നമ്മുടെ കൈപ്പിടി ഒതുങ്ങണമായിരിക്കത്തില്ല. അപ്പം എന്തു ചെയ്യണം? സാധാരണ പുരാതന മനുഷ്യൻ, ദൈവമായിട്ട് അടുപ്പമുള്ള മനുഷ്യൻ എന്തു ചെയ്യും?
മനുഷ്യൻ അത് ദൈവത്തെ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ വേണ്ടി നോക്കും. ദൈവത്തെ കക്ഷി ചേർക്കണമെന്ന് നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയത്തിൽ നമ്മുടെ കൈപ്പിൽ ഒതുങ്ങണില്ല എന്ന് കണ്ടാൽ പിന്നെ എവിടെ ഒതുങ്ങും? പിന്നെ ദൈവത്തെയാണ് അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തെ ഇടപെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ ഇടപെടുത്തണമെങ്കിൽ ചെയ്യേണ്ട പരിപാടി, ദൈവത്തിന് മനസ്സിലാകണം നമ്മൾക്ക് വേറെ ഒരു ചാൻസ്, വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് ദൈവത്തിന് മനസ്സിലാക്കി കൊടുക്കണം. അത് വളരെ തന്ത്രപരമായ ആധ്യാത്മിക തന്ത്രത്തിലുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തന്ത്രം എന്ന് വെച്ചാൽ മോശ കുതന്ത്രം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ആധ്യാത്മികമായ തന്ത്രം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരവലംബമില്ലെങ്കിൽ, നമ്മൾക്ക് അവലംബമില്ല എന്നുള്ള കാര്യം. ഇപ്പം ഇന്ന് നീ എന്തെല്ലാം കാര്യം നിനക്ക് ചെയ്യാനുണ്ട്, ചില കാര്യം നിനക്ക് അവലംബമില്ല, ആശ്രയിക്കാൻ ആളില്ല അവിടെ. അപ്പോൾ ആശ്രയിക്കാൻ ആളില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് എൻ്റെ സഹോദരൻ പറയണം, ഞാനും ഇപ്പം 50 കൊല്ലമായി സഭയിൽ വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആശ്രയം, എല്ലാ വിഷയങ്ങൾക്കും ആശ്രയം ഉണ്ടാകത്തില്ല. പക്ഷേ ആശ്രയം ഉണ്ടായില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആശ്രയം ഉണ്ടാക്കി എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് ആളെടുത്ത് ഇവരോട് പറഞ്ഞ് അവരോട് പറഞ്ഞ്, അപ്പോൾ മനുഷ്യന്മാരത്തെ നമ്മൾ കളത്തിലിറക്കാൻ നോക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ദൈവത്തെ കളത്തിലിറക്കാൻ നോക്കും. ഈ വിഷയത്തിൽ എന്തു ചെയ്യും? നമ്മൾക്ക് അതിനെന്താ മാർഗം? നമ്മൾക്ക് ദൈവമല്ലാതെ വേറെ ആശ്രയമില്ല, മനുഷ്യന്മാരിൽ നമ്മൾ ആശ്രയം വെച്ചിട്ടില്ല എന്ന് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം. കൃപാസനത്തിലൊക്കെ ഇന്നൊരു സാക്ഷ്യം ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എന്താ വെച്ചാൽ അവർ ഈ 20 ലക്ഷം രൂപ വേണം അവർക്ക് അയർലൻഡിൽ പോകാൻ വേണ്ടി. അപ്പോൾ അവരൊരു ദിവസം എപ്പോഴാണെന്ന് ഓർക്കണില്ല, എന്നോടൊന്ന് ചോദിച്ചു. അവർ നേഴ്സ്, 25 കൊല്ലമാണ് നേഴ്സാണ്, പക്ഷേ ഇവരൊക്കെ ഒരിടത്തും ഒരു പച്ച പിടിച്ചിട്ടില്ല. അപ്പം അവർക്ക് ആ സ്വപ്നങ്ങളൊക്കെ അവർ കളഞ്ഞ് കുളിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. കൃപാസനത്തിൽ ആ വാഗ്ദാനപ്പെടാത്ത ഇരിക്കുന്ന ഒരു വിഷയം വസ്തു എന്താണ്? അഹ്റോൻ്റെ വരണ്ട വടി തളർത്തതാണ്. അപ്പോൾ അതാണ് നമ്മൾ പച്ച മെഴുതിരി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. അതാണ് ഒരു ദിവസത്തെ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പച്ച മെഴുതിരിയല്ലേ ഉപയോഗിക്കണത്. അപ്പോൾ അതിൻ്റെ പച്ചപ്പ് വരും എന്നുള്ള ഉണങ്ങിപ്പോയി. അപ്പോൾ ഈ നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേഴ്സ് 25 കൊല്ലമായ ഒരു നേഴ്സാണ്. പക്ഷേ എന്താ പറ്റി? ഇതുവരെയൊക്കെ ഒരിടത്തും പോകാൻ പറ്റിയിട്ടില്ല. അവിടെ പിന്നെ അവരുടെ ജീവിതവും കുടുംബവും ഒക്കെ ആയിട്ട് നടന്ന് ആ ടൈമെല്ലാം പോയി. 25 കൊല്ലമായി. ഇപ്പോൾ നല്ല വീട്ടമ്മയാണ്. അപ്പോൾ ഒരു ദിവസം വന്ന് എന്നോട് ചോദിച്ചേ, അച്ഛാ, ഞാൻ യൂറോപ്പിൽ പോകാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് ചിലർ, അത് നടക്കുമോ അച്ഛാന്ന് ചോദിച്ചു. ആ പൈസ ഞാൻ കൊടുക്കണോ വേണ്ടേ എന്ന് എന്നോട് ചോദിച്ചു. 20 ലക്ഷം രൂപ. അപ്പോൾ അത് അൾത്താരെ ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ. ചിലപ്പോൾ നമുക്ക് അൾത്താര ഒരാളിനോട് സംസാരം 1 മിനിറ്റല്ലേ കിട്ടത്തുള്ളൂ. ഞാൻ ഇവരുടെ ഈ ആപ്ലിക്കേഷൻസും അവർക്ക് തന്ന ഡോക്യുമെൻറ്റ്സും ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് ഞാൻ അവിടെ ഒരു പ്രത്യേക അഭിഷേക പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ കർത്താവ് പെട്ടെന്ന് പറയും, അവൾ യൂറോപ്പിൽ പോകും, പക്ഷെ പൈസ കൊടുക്കണം, നീ ഏറ്റെടുക്കരുതെന്ന് പറയും. ഞാനിവരോട് വന്നിട്ട് പറയും, നിങ്ങൾ യൂറോപ്പിൽ പോകും, പക്ഷേ പൈസ കൊടുക്കണത് ഇതിനകത്ത് വരുന്നില്ലെന്ന് പറയും, ഈ വിഷയത്തിൽ വരുന്നില്ലെന്ന് പറയും. പക്ഷേ അവർക്ക് അതുപോലെ തന്നെ അവർ പറയണ അതുപോലെ തന്നെ അവർക്കത് നടക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, അവർ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത്, ഞാൻ ഇനി സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് വിസ എൻ്റെ കോപ്പി കയ്യിൽ കിട്ടിയിട്ട് ഞാൻ കൃപാസനത്തിൻ്റെ വാതിൽക്ക് നിന്ന് നിരങ്ങി മുട്ടിൽ നീന്തി അമ്മയെടുത്ത് വന്നിട്ട് മാത്രമേ ഞാൻ സാക്ഷ്യം പറയത്തുള്ളൂ നന്ദി എന്നവർ പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നറിയാമോ? ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ അവർക്ക് നോട്ട് കൊടുത്തതൊന്നുമല്ല പ്രശ്നം. മറിച്ച് അവർ കൃപാസനത്തിൻ്റെ വാതിൽക്ക് നിന്ന് മാതാവിൻ്റെ സന്നിധാനം വരെ മുട്ട നീന്തുമെന്ന് പറഞ്ഞില്ലേ, അത് ആ ഒരു ബോഡി ലാംഗ്വേജ് എന്താ ഉദ്ദേശിക്കണം അവരിന്നത് സാക്ഷ്യം പറഞ്ഞ് നീന്തി വന്നിട്ട് തന്നെ സാക്ഷ്യം പറഞ്ഞിട്ട് പോയി. അയർലാൻഡിലേക്ക് പോകണവർ 5 പൈസ മുടക്കില്ല. അതല്ല പ്രശ്നം.
എന്താണ് വിഷയം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അവർ ബോധ്യപ്പെടുത്തി. എന്താണ്? ദൈവമേ, മാനുഷികമായ ഒരു കൈക്രിയയും ഇതിലില്ല, അങ്ങ് മാത്രമാണ്, അങ്ങ് തന്നെയാണ് ഇത് ചെയ്തത്. അതായത് നമ്മുടെ സങ്കീർത്തനം 118:8-9 വായിച്ചേ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നത് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൽ അഭയം തേടുന്ന വെച്ച് കഴിയുമ്പോൾ അവിടെ അഭയം തേടുമ്പോൾ വേറൊരു സാധനം പറയുന്നുണ്ട്. പ്രഭുക്കന്മാരിലുള്ള ആശ്രയം, നമ്മളെക്കാളും ബലമുള്ളവരിൽ മാനുഷികമായ ആശ്രയം, അത് കുറച്ച് കൊണ്ടുവരണം. നിൻ്റെ ജീവിതത്തിൽ എല്ലാത്തിലും ഈ മാനുഷികമായ ഇടപെടലിനുള്ള നമ്മുടെ ആശ്രയം കുറച്ച് വന്നിട്ട് നമ്മൾ ദാനധർമ്മത്തിലൂടെയും സുവിശേഷ കൈമാറ്റത്തിലൂടെയും വിശ്വാസ കൈമാറ്റത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിലൂടെയൊക്കെ ദൈവത്തിലുള്ള അവലംബങ്ങൾ കൂട്ടിവരണം. അങ്ങനെയാണ് നമ്മൾ ദൈവപൈതലായി വരണത്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ അതിജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.